സാമ്പത്തിക ബാധ്യതകളില്ലാതെ ഒരു കല്യാണം നടത്തുക എന്നത് ഇന്നത്തെ കാലത്തെ ഏതൊരു സാധാരണക്കാരനും വലിയ പ്രതിസന്ധിയാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അക്കൗണ്ട് ഉടമകൾക്ക് വലിയ ആശ്വാസമേകുന്ന മാറ്റങ്ങളാണ് EPFO അഥവാ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പുതിയ നിയമങ്ങളിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. കയ്യിൽ പണമില്ലാതെ കല്യാണ കാര്യങ്ങൾ മുടങ്ങിപ്പോകുമെന്ന് വിഷമിക്കുന്നവർക്ക് ഈ പുതിയ ഡിജിറ്റൽ സംവിധാനം വഴി സ്വന്തമായി അഡ്വാൻസ് തുക പിൻവലിക്കാം. എന്തൊക്കെയാണ് പുതിയ നിയമങ്ങളെന്ന് നോക്കാം. ജീവനക്കാർക്ക് അവരുടെ കരിയറിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വിവാഹ ആവശ്യങ്ങൾക്കായി EPF അഡ്വാൻസ് തുക പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലാണ് പുതിയ മാറ്റങ്ങൾ. എന്തൊക്കെയാണ് EPFO പുതിയ മാറ്റങ്ങളെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി, മുൻപ് വിവാഹ ആവശ്യങ്ങൾക്കായി PF ഫണ്ട് പിൻവലിക്കാൻ കുറഞ്ഞത് 7 വർഷത്തെ സർവീസ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് വെറും 12 മാസം അല്ലെങ്കിൽ 1 വർഷമായി കുറച്ചിട്ടുണ്ട്. അതായത് ജോലിയിൽ പ്രവേശിച്ച് 1 വർഷം തികയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട്. രണ്ടാമതായി, നിങ്ങളുടെ മൊത്തം PF ബാലൻസിന്റെ 75% വരെ ഇപ്പോൾ ഒന്നിച്ച് പിൻവലിക്കാം. ഏറ്റവും സന്തോഷകരമായ വാർത്ത എന്തെന്നാൽ ഈ 75% പരിധിയിൽ നിങ്ങളുടെ വിഹിതം മാത്രമല്ല, കമ്പനിയുടെ സംഭാവനയും അതിന്മേൽ ലഭിച്ച പലിശയും ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമതായി, ജീവിതത്തിൽ ആകെ പിൻവലിക്കാവുന്ന അഡ്വാൻസുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നിങ്ങളുടെ മുഴുവൻ സർവീസ് കാലയളവിലും വിവാഹ ആവശ്യങ്ങൾക്കായി പരമാവധി 5 തവണ വരെ ഇനി പണം പിൻവലിക്കാം. മുൻപിത് വെറും 3 തവണ മാത്രമായിരുന്നു. നാലാമതായി, നിങ്ങളുടെ സ്വന്തം വിവാഹത്തിന് മാത്രമല്ല, നിങ്ങളുടെ മക്കൾ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നിവരുടെ വിവാഹ ചിലവുകൾക്കും ഈ തുക പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതേസമയം അക്കൗണ്ട് ഉടമകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനായി പുതിയൊരു നിർബന്ധിത നിയമം കൂടി EPFO ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ആവശ്യത്തിനായി എത്ര തുക അഡ്വാൻസായി പിൻവലിച്ചാലും ആകെ PF ബാലൻസിന്റെ കുറഞ്ഞത് 25% അക്കൗണ്ടിൽ നിർബന്ധമായും നിലനിർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ വാർദ്ധക്യകാല സമ്പാദ്യം പൂർണ്ണമായി നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി PF വിവാഹ അഡ്വാൻസ് എങ്ങനെ അഡ്വാൻസായി പിൻവലിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ UAN സജീവമാണെന്നും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടുമെല്ലാം കൃത്യമായി ലിങ്ക് ചെയ്ത് KYC പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ഉറപ്പാക്കുക. ശേഷം EPFOയുടെ മെമ്പർ സേവ പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുക. അകത്ത് കടന്നാൽ മുകളിൽ ഓൺലൈൻ സർവീസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലെയിം ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അവസാന 4 അക്കങ്ങൾ അടിച്ച് വെരിഫൈ ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിം കൊടുക്കാം. അടുത്തതായി PF അഡ്വാൻസ് അതായത് ഫോം 31 സെലക്ട് ചെയ്ത ശേഷം പണം പിൻവലിക്കാനുള്ള കാരണമായി മാരേജ് എന്നത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയും വിലാസവും നൽകാം. തുക എപ്പോഴും നിങ്ങളുടെ ആകെ PF ബാലൻസിന്റെ 75% കൂടരുത് എന്ന കാര്യം ഓർമ്മയിലുണ്ടാകണം. അവസാനമായി ഗെറ്റ് ആധാർ OTP ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിൽ വരുന്ന OTP കൂടി എൻ്റർ ചെയ്താൽ അപേക്ഷ സബ്മിറ്റ് ആകും. ഇത് നിങ്ങളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തലായിട്ടാണ് സിസ്റ്റം കണക്കാക്കുന്നത്.